നമസ്കാരം. ഈസ്റ്റേൺ സെൽഫിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭാരതീയരുടെ വേദം. അതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് ജ്യോതിശാസ്ത്രം. ജ്യോതിശാസ്ത്രത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിഷം. ജ്യോതിഷത്തിൽ പല വകഭേദങ്ങളുണ്ട്. ദേവപ്രശ്നമായും താമ്പൂല പ്രശ്നമായും കവടി നിരത്തലായും ഒക്കെയുണ്ട്. ഇതിനിടയിൽ നമ്മൾ ചൈനീസ് വാസ്തുശാസ്ത്രം നോക്കുന്നു, പക്ഷിശാസ്ത്രം നോക്കുന്നു, ഹസ്തരേഖ നോക്കുന്നു, നാഡീ ജ്യോതിഷം നോക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ? ഇത് സത്യമാണോ, ശാസ്ത്രമാണോ, അതോ മനസ്സിൻ്റെ വിശ്വാസം മാത്രമാണോ? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഈസ്റ്റേൺ സെൽഫിയിൽ വിശ്വാസമാണോ എല്ലാം? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ ഗിരീഷ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്; ചിത്ര ഹാൻസൻ, ചൈനീസ് വാസ്തു വിദഗ്ധ; മുഹമ്മദ് ഖാൻ, യുക്തിവാദി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്; ജ്യോതിഷ പണ്ഡിതൻ ബാബു നായർ പാല; എഴുത്തുകാരൻ ഏറ്റുമാനൂർ ശിവകുമാർ; പക്ഷി ജ്യോതിഷി ശക്തിവേൽ; അഗസ്ത്യനാഡി ജ്യോതിഷൻ സുന്ദർ; തെയ്യം കലാകാരൻ മുരളീധരൻ; ജ്യോതിഷവും ഹസ്തരേഖയും കൈകാര്യം ചെയ്യുന്ന ശാന്ത വിജയൻ; ജ്യോതിഷ പണ്ഡിത ധനലക്ഷ്മി; റാഷണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറി ലാൽ സലാം; സംസ്കൃത കോളേജിലെ അധ്യാപകനും ജ്യോതിഷിയുമായ ഡോക്ടർ EN ഈശ്വരൻ. വിശ്വാസത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അതിൽ ജ്യോതിഷവും ജ്യോതിഷശാസ്ത്രവും വിശ്വാസവും വിശ്വാസമില്ലായ്മയും എല്ലാം ചർച്ച ചെയ്യാൻ ഒരുപാട് അതിഥികളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. നമുക്ക് ആദ്യം പക്ഷിശാസ്ത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വണക്കங்க. உங்க பேரு? சக்திவேல். எந்த ஊரு? சேலம். எனக்கு ஒரு கார்டு எடுத்து கொடுப்பீங்களா? எடுக்க சொல்லுங்க. என்னோட இதெல்லாம் சொல்லணும். உங்க பேர் சொல்லுங்க. சூட்ராணிக்கிற தேவி வந்ததுனால உங்களுக்கு எல்லா காரியத்திலுமே நல்ல விஜயம் உண்டாகி வருது. கொச்சுங்கள், குட்டிகள், குடும்பம், ஐஸ்வர்யங்கள், சமாதானங்கள். குழந்தை பிறக்குமா எனக்கு? ஐயோ ஆண்டவா, நல்ல கேள்வி. எனக்கு மக்கள் இல்ல. அப்படியா? கிடைக்கலாம். சரஸ்வதி எங்க கல்யாணம் ஆகுமான்னு முதல்ல பாருங்க. சரஸ்வதி தேவி வந்திருக்குமா? சரஸ்வதி தேவி வந்திருக்கு. சர்வ சக்தி உள்ள சரஸ்வதி தேவி. ரொம்ப சந்தோஷிக்கலாம். உங்க ஜீவிதத்தில் அவ்வளவு ஒன்றும் குழப்பம் வராது. இவ்வளோ வயசுல எனக்கு கல்யாணம் ஆகலைங்க. ரொம்ப வருத்தமா இருக்கு. சில கெடுதலான டைம் இருந்திருக்குமா, அதெல்லாம் முடிஞ்சாச்சு. கல்யாணம் ஆகலையா? அது முடிஞ்சாச்சு. நல்லா இருக்கு. இனிமே நடக்கும். இதெல்லாம் சொல்ல முடியாது. திருமணத்தை பற்றி கேட்காதீங்க. உங்களுக்கு வேற ஒரு சக்தி ஒன்று இருக்கு உங்கள்கிட்ட. அப்படியா? வேற ஒரு சக்தி ஒன்று இருக்கு. அது என்ன சக்தி? தெய்வ சக்தி தான். எல்லாம் எங்கே போனாலும் எதுலேயும் நல்ல ஒரு தனி மரியாதை இருக்கு, மதிப்பு இருக்கு, பேர் புகழ் கிடைக்குது. எல்லாத்துலேயுமே நல்ல டேலண்ட் உள்ளவங்களா இருக்கீங்க. நல்ல மதிப்புள்ள ஒரு பெண். விநாயகர் துணை இருக்கிறார். அப்போ ரொம்ப சந்தோஷம். நல்லதா சொன்னீங்க. எந்த குறையும் இருக்காது உங்க வாழ்க்கையில். பயப்பட வேண்டாம். சரி சரி சரி. நமஸ்காரம். சரிம்மா. ബാബു സാർ. ஐயா. സാറ് ഈ ശാസ്ത്രം നോക്കിയാണോ അതോ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ശാസ്ത്രമാണ് ശരിക്കും എന്നെ സംബന്ധിച്ചുള്ള പ്രാധാന്യം. ശാസ്ത്രമാണ്. അയ്യാ, ഇതെല്ലാം ശാസ്ത്രമാണ്. അങ്ങനെ അല്ല, ജ്യോതിഷം ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുക, എല്ലാം ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ സർ, ഇപ്പോൾ പക്ഷിശാസ്ത്രം എന്ന് പറയുന്നത് അത് എന്ത് ശാസ്ത്രം? ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫെങ് ഷൂയി എന്ന് പറയുന്ന ഒരു ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ചൈനയിലാണല്ലോ, എന്തുകൊണ്ട് ഇന്ത്യയിലല്ലത്, കേരളത്തിലും അല്ല പ്രത്യേകിച്ച്. വിശ്വസിക്കുന്നില്ല. എന്നാൽ കൈരേഖാശാസ്ത്രം വിശ്വസിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ വിശ്വസിക്കുന്നുണ്ട്. അത് കുറേ കഴിയുമ്പോൾ ചിലപ്പം സ്വാഭാവികമായിട്ടത് മാറ്റം വരും. മഷിനോട്ടം വിശ്വസിക്കുന്നുണ്ട്. ഐ ഡോണ്ട് ബിലീവ്. ഇല്ല. മന്ത്രവാദം? നോട്ട്. ഇല്ല. നെവർ ഇൻ മൈ ലൈഫ്. ഇപ്പൊ നമ്മുടെ കൂടെ തെയ്യത്തിൽ കൂടി പ്രഡിക്റ്റ് ചെയ്യുന്ന ഇദ്ദേഹവും വന്നിട്ടുണ്ട്, മുരളീധരൻ. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? തെയ്യം മീൻസ് ഒരു കൾച്ചറൽ സാധനമല്ലേ, അതുമായിട്ട് ജ്യോതിഷമായിട്ട് യാതൊരു ബന്ധമില്ല.
എങ്കിലും അവര് അല്ല, ഇന്ത്യൻ അസ്ട്രോളജി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ബേസിക്കലി നമുക്കൊരു സാധനമുണ്ട്. അതിൽ മാത്രമേ സാർ അല്ല ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയല്ല അതിൻ്റെ ഒരു എന്താ പറഞ്ഞൊരു കൺസെപ്റ്റോട് ഞാൻ പറയാം. ഇന്ത്യൻ അസ്ട്രോളജി എന്ന് പറയുന്നത് ഇത് സയൻറ്റിഫിക്കൽ ബേസ്. ഇതുമായിട്ട് നമുക്ക് ജീവിതമായിട്ട് എത്രമാത്രം ബന്ധപ്പെടും എന്നുള്ളത് നമ്മുടെ ജനസമയമായിട്ട് ബന്ധപ്പെട്ട സാധനം മാത്രമേ ഉള്ളൂ. എന്താ കാര്യങ്ങളും വിമർശിക്കാതിരിക്കാം. വിമർശിക്കുന്നതിന് ശരിക്കും യഥാർത്ഥമായിട്ട് ജ്യോതിഷത്തെ പറ്റി പഠിക്കാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ വേണം വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. മനസ്സിലായി? ശാസ്ത്രീയപരമായ ഒരു വിശകലനം മാത്രമാണ് ജ്യോതിഷം. തമ്പിം പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? ഒരു വേറെ ആർക്കും ഇന്നലെ ജനിച്ചിട്ടില്ല, ഇല്ല, ആർക്കും ഇല്ല. ബോഡി സ്മെല്ല് ആർക്കും ഇല്ല. അറിയാവോ? അങ്ങനെ പട്ടി പിടിക്കുന്നത് അല്ലേ? തലമുറ സ്ട്രക്ചർ ആർക്കില്ല, ബോഡി സ്ട്രക്ചർ ആർക്കും ഇല്ല. ഇത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഇതാണ് അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടത്. ഇത് ബേസിക്കലി ഒരു സയൻസ്. ഞാൻ എല്ലാ ഒരു കാര്യത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അസ്ട്രോളജി ഈസ് എ സയൻസ്. ഇറ്റ് ഈസ് എ ബേസിക്കൽ സയൻറ്റിഫിക്കൽ കാൽക്കുലേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്ലാനറ്ററി ആസ്പെക്ട്സ് ആൻഡ് കോമ്പിനേഷൻ. ഈ ഗ്രഹങ്ങളുടെയും രാശികളുടെയും ഒരു വിശകലനമാണ് ജ്യോതിഷം. അന്ധവിശ്വാസത്തിൽ ഒരിക്കലും ഞാൻ കടന്നു പോകാറില്ല. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. തിരിച്ചു വരാം. ഓക്കെ. ചിത്ര, ഇപ്പൊ സാറ് പറഞ്ഞതിന് ചിത്രയ്ക്ക് സത്യത്തിൽ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണത്. അതായത് നമ്മൾ ഭാരതത്തിൽ, നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം, നമ്മളുടെ ക്ലൈമറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ചൈനീസ് ശാസ്ത്രമാണ് ഫെങ് ഷുയി എന്ന് പറയുന്നത്. അതെങ്ങനെ ഭാരതവുമായി നമ്മൾ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒന്നാണ് നമ്മുടെ വാസ്തു. അതുപോലെ തന്നെ ചൈനയിൽ ഉത്ഭവിച്ച ഒരു ശാസ്ത്രമാണ് ഫെങ് ഷുയി എന്ന് കരുതി അത് ചൈനീസ് മണ്ണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നതിനർത്ഥമില്ല. നമ്മളെപ്പോഴും ഭാരതം എന്ന് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ ലോകം എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. അപ്പോൾ ചൈനീസ് അവിടെ ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എല്ലായിടത്തും കാണുന്ന, ഭൂമിക്ക് ചുറ്റും കാണുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡും ഭൂമിയിൽ എല്ലായിടത്തും ഉള്ള പഞ്ചഭൂതങ്ങളുടെയും ബേസിൽ തന്നെയാണ്. അത് ഭാരതത്തിലുമുണ്ട്, ചൈനയിലും ഉണ്ട്, റഷ്യയിലും ഉണ്ട്, UAE-യിലും ഉണ്ട്, UK-യിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്. അപ്പോൾ ഈ ചൈനീസ് വാസ്തു എന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പറയുന്ന ഒരു സ്ലാങ് ആണത്. ആക്ച്വലി ഫെങ് ഷുയി എന്നാണത് പറയുന്നത്. ആ ഫെങ് ഷുയി എന്ന് അത് അവിടെ ഡിറൈവ് ചെയ്തു എന്നേ ഉള്ളൂ. അത് ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ്. അതിന് ഭാരതത്തിൽ വർക്ക് ചെയ്യില്ല എന്നോ. പക്ഷെ അതൊരു പെട്ടെന്നൊരു ഇടക്കാലത്ത് വന്നൊരു സംസ്കാരമല്ലേ നമ്മുടെ ഇടയില്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. കാരണം മുതൽ ഇത് ഇല്ലായിരുന്നല്ലോ. ഞാൻ ഫെങ് ഷുയി പഠിച്ചത് മലേഷ്യയിൽ നിന്നാണ്. മലേഷ്യയിൽ ഒരു 5 പ്രാവശ്യത്തോളം പോയി ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു മാസ്റ്റർ കൺസൾട്ടൻസ് ഞാൻ അത് പഠിക്കാൻ വേണ്ടി തന്നെ അവിടെ പോയി ചെയ്തതാണ്. കഴിഞ്ഞ 13 years ആയിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ വന്ന് പഠിച്ചു പോകുന്നുണ്ട് ഓരോ വർഷവും. അവരതിനെ സുമനസാലെ റിസീവ് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ഇടയിൽ കുറച്ച് സങ്കുചിത മനസ്സായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റൽ അങ്ങനെ പലർക്കും പല ആറ്റിറ്റ്യൂഡായിരിക്കും. ഞാൻ തെറ്റു പറയുകയല്ല, പക്ഷെ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നുമുണ്ട്. ആണോ സാർ? സങ്കുചിത മനോഭാവം കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ശരിക്കും ഒരു ഫെങ് ഷുയി എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ല പിക്ചർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഒരു മനസ്സിന് സന്തോഷം കിട്ടും. അത് ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ബേസിക് സയൻസും ഇന്ത്യൻ അസ്ട്രോളജി അനുസരിച്ചും ഇന്ത്യൻ വാസ്തു അനുസരിച്ചും വാസ്തുശാസ്ത്രം പോലും ശരിക്കും യഥാർത്ഥമായിട്ട് അതിൻ്റെ ഒരു സയൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറും കാറ്റ് നമുക്കുള്ളത് ഇല്ലേ? തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വരണം എന്ന് പറഞ്ഞൊരു കാരണം പഴയ കാലത്ത് ഫാനില്ലായിരുന്നല്ലോ. ഉണ്ടോ? ഇല്ല. കാറ്റ് വരാനുള്ള സങ്കല്പത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ ബേസിക്കലി സയൻസാണ്. ഇതൊരു സാധനം വെച്ചാൽ ഇത് മാറും എന്ന് പറയുന്നതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈശ്വരൻ സാർ, താങ്കൾ ഇത് പഠിപ്പിക്കുകയാണ്, ജ്യോതിഷം അല്ലേ? പ്രൊഫസറാണ്. പഠിപ്പിക്കുന്ന ആൾ എന്ന നിലയ്ക്ക്, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും ഒന്ന് തന്നെയാണോ, അതോ ഓരോ രാജ്യം വെച്ച് നോക്കുമ്പോൾ ഇത് വ്യത്യാസം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ട്. കാരണം ഓരോ സ്ഥാനത്തും അവരവരുടെ ജീവിത രീതിയും അവരവരുടെ സമ്പ്രദായമൊക്കെ അനുസരിച്ച് ആചരിക്കുന്നതിലും അത് കൊണ്ടു നടക്കുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ശാസ്ത്ര തത്വം, അതിൻ്റെ മൂലരൂപം സമാനങ്ങളായിരിക്കും. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.
പിന്നെ ഈ പറഞ്ഞ 2 കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഈ ചൈനീസ് കാര്യത്തെക്കുറിച്ചിട്ട് എനിക്കറിയില്ല, അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആവില്ല. ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും നമ്മൾ ഒരു ഭാരതീയമായ ശാസ്ത്രം തന്നെയാണ്. ഈ ഭാരതീയം എന്നുള്ള ശബ്ദം ഉപയോഗിക്കാനുള്ള കാരണം നമുക്ക് ശാസ്ത്രം എന്ന ശബ്ദത്തിന് തന്നെ ഒരു വ്യാഖ്യാനമുണ്ട്. അതൊരു സയൻസ് എന്ന അർത്ഥത്തിലല്ല. ശാസനേന ത്രായതേ, ശാസനം കൊണ്ട് രക്ഷപ്പെടണം, അങ്ങനെയുള്ളതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അണുബോംബ് ഉണ്ടാവുന്നത് വരെ അത് ശാസ്ത്രമാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന് ഉപദ്രവമായി, അപ്പോൾ അത് അശാസ്ത്രമായി. ഈ ഏകദേശമായ ശാസ്ത്രം എന്ന തത്വത്തെ എടുത്തിട്ട് ജ്യോതിഷം പോലെയുള്ള ഒരു മഹാശാസ്ത്രത്തെ ഇത് അശാസ്ത്രമാണ് എന്ന് പറയുന്നതിൽ ഒരു യുക്തിയും നമ്മളെ പോലെയുള്ളവർ കാണുന്നില്ല. ഡോക്ടർ ഗിരീഷ്, ഈ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇത്തരം വിശ്വാസങ്ങളുണ്ടോ? ഇതിനുള്ളിൽ ചില വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ എന്തിനാണ് ഇതിലേക്ക് വിശ്വസിക്കുന്നതും ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്തിനാ ആൾക്കാർ ഇറങ്ങുന്നു. ബേസിക്കലി ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക് അൺപ്രിഡിക്റ്റബിലിറ്റി, എന്ത് സംഭവിക്കും സംഭവിക്കില്ല എന്നുള്ള കാര്യം അറിയാതിരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കും, മറ്റൊന്ന് എന്ത് സംഭവിക്കും, ഇപ്പോൾ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു, നമുക്ക് എല്ലാവർക്കും വേണ്ടത് യു ഷുഡ് ഏബിൾ ടു പ്രെഡിക്റ്റ്. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ വല്ലാത്തൊരു ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവാറുണ്ട്. ആംബിഗ്വിറ്റി എന്ന് പറയും, സംതിങ് വിച്ച് ഈസ് നോട്ട് വെരി ക്ലിയർ. അത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകതയെ ചൂഷണം ചെയ്യുവാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങളാണ് ഇതൊക്കെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ജ്യോതിഷത്തെ സയൻസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. സയൻസ് എന്ന് പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവാണ്, വസ്തുനിഷ്ഠമാണ്, എംപിരിക്കലാണ്, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, യൂണിവേഴ്സലാണ്. കേരളത്തിലുള്ളത്, ആഫ്രിക്കയിലുള്ള, ആസ്ട്രേലിയയുള്ളത്, ശ്രീലങ്കയിലുള്ളതൊക്കെ തന്നെ ഹൈഡ്രജൻ 2:1 ഓക്സിജൻ 1 വാട്ടർ ആൻഡ് എനിവെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച ശേഷമാണ് ഈ ഉടായ്പ പണികൾ മുഴുവൻ നടക്കുന്നത്. വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറഞ്ഞു, ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായ സ്റ്റഡി നടത്തിയിട്ടുള്ളവരാണ് ഡോക്ടർ ഹാൻസ് ജെ ഐസങ്ക്. അതായത് ആസ്ട്രൽ ബോഡീസും എക്സ്ട്രാ ടെറസ്ട്രിയൽ ബോഡീസും ഹ്യൂമൻ ബിഹേവിയറിലും പേഴ്സണാലിറ്റിയിലും എന്തെങ്കിലും ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ടോ എന്നുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷ് ജേണൽ ഓഫ് സൈക്കോളജിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോഫാർ അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഒരു പഠനം പോലും ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്പർ 2, ഈ ജ്യോതിഷം പറയുന്ന നവഗ്രഹങ്ങൾ ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഗ്രഹങ്ങളുടെ എണ്ണം എത്ര കൂടി? ജാമ്പവാന്റെ കാലത്തുള്ള ഗ്രഹമല്ല ഇന്നത്തെ ഗ്രഹം. അപ്പം പണ്ട് നമുക്ക് എന്തായിരുന്നു ഉള്ള അന്നത്തെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതായി പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ പുതിയ കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഭക്ഷ്യശാസ്ത്രം, ജീവിക്കുവാൻ വേണ്ടി അറിയാന്നുള്ള കൊച്ചു പരിപാടി നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു കോട്ടേജ് ഇൻഡസ്ട്രി, ഒരു കുടിൽ വ്യവസായം. പക്ഷിയും സൈക്കോളജിക്കൽ ആയിട്ടാണോ? പക്ഷിയും അല്ല, അത് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഇതിന് പ്രത്യേക ട്രെയിനിങ്, ഷേപ്പിംഗ് എന്ന് പറയും. അത് ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഷേപ്പിംഗ് നടത്തുന്നത്. ഏത് മൃഗത്തെയും നമുക്ക് ഷേപ്പിങ്ങിലൂടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും. അത് ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയ കാര്യം വന്നു? ഇപ്പോൾ എല്ലാവരും കോർപ്പറേറ്റ് ചൂഷണം വന്നു. അതുകൊണ്ട് ചൈന വരുന്നു, ഇവിടെ ജപ്പാൻ വരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ ജ്യോതിഷവും ചൈനയുടെ എന്താ പറഞ്ഞു ഹുൻഷിയായി അതും തമ്മിൽ അടി നടത്തുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം ഇതാണ്. അത്രയേ ഉള്ളൂ. ശാന്ത മാഡം, ഇതിപ്പോൾ ഡോക്ടർ ഗിരീഷ് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു വാക്കാണ്. അങ്ങനെയാണ് ഈ ഉടായ്പകളൊക്കെ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ഉടായ്പാണോ, അതോ പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടാണോ, അതോ ബിസിനസ് ആയിട്ടാണോ? ഇപ്പൊ ഹസ്തരേഖയുമുണ്ട് അല്ലേ, ജ്യോതിഷവും രണ്ടുമാണ് നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൊരു താല്പര്യം വരാനുള്ള കാര്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഇത് എൻ്റെ ഒരു 25 വയസ്സ് വരെയുള്ള കാലത്ത് ഞാൻ ഇതിൽ വിശ്വസിച്ചിരുന്നില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പഠിച്ചത്. കാലക്രമേണ അത് എൻ്റെ ഒരു പിന്നെ പ്രാക്ടീസ് ചെയ്യപ്പെടുകയും ഞാൻ പിന്നെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജ്യോതിഷവും ഹസ്തരേഖയും പഠിപ്പിക്കുന്ന ആളാണ്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് എനിക്കത് ശരിയായിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഇന്ന് വരെ ആർക്കും പറയാൻ പറ്റില്ല ഞാൻ ഇത് ഉടായിപ്പായിട്ട് എഴുതുന്നു, ആരെങ്കിലും പറ്റിച്ചെന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ബന്ധം, അതായത് പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ. ഇപ്പോൾ സൂര്യൻ, ഈ കാണുന്ന സൂര്യൻ തന്നെ നമ്മളിലുള്ള സൂര്യൻ, ആ സൂര്യൻ തന്നെയാണ് നമ്മളിലെ പ്രകാശമായിട്ട് നമ്മുടെ കണ്ണുകളിൽ കൂടെ കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ആ സൂര്യൻ്റെ ചൂട് തന്നെയാണ് നമ്മളിലുള്ള ജഡരാഗ്നി, നമ്മളുടെ ദഹനം നടത്തുന്നത്. അല്ലെ നമ്മളിലുള്ള അസ്ഥി, നമ്മളിലുള്ള ശക്തമായ വ്യക്തിത്വം. ഇത് നമ്മൾ ഇപ്പോൾ ഒരു ക്ലോക്കിൽ നോക്കിയിട്ട് സമയം അറിയുന്നത് പോലെ ഇത് നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി എന്നനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ, അത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഴ വരിക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. പക്ഷേ മഴയത്ത് നമ്മൾ കുടയെടുക്കുകയോ പിന്നെ മഴ നനയുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതേപോലെ തന്നെ
ഇതിനെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ അറിവ് ആളുകൾ കാലക്രമത്തിൽ വളരെയേറെ ചൂഷണം ചെയ്യുന്നു. എല്ലാ ശാസ്ത്രം പോലെ തന്നെ. കാരണം ഇങ്ങ് വരൂ, ഞാൻ എല്ലാം മാറ്റിത്തരാം. മാറ്റാൻ പറ്റില്ല. പ്രകൃതി നിയമങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതിനൊരു നിയമമുണ്ട്. അതിനപ്പുറത്തേക്ക് ആർക്കും ഒരു ജ്യോതിഷിക്കോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ശാസ്ത്രങ്ങളിൽ ഇതുപോലെയുള്ള ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പൂർണ്ണമായിട്ട് അവരുടെ അനുഭവങ്ങളല്ല വിധിയെ മാറ്റിമറിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് സഹായിക്കാൻ പറ്റും. അതിനൊരു പരിധിയുണ്ട്. എന്റെ കൈ നോക്കാൻ പറ്റുമോ? കൈ നോക്കാൻ പറ്റും. പക്ഷേ എന്താ പറയണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. വലത്തെ കൈയോ ഇടത്തെ കൈയോ അങ്ങനെ എന്തോ ഇല്ലേ സ്ത്രീകൾക്ക്? തീർച്ചയായും അത് അങ്ങനെയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഇടത് കൈയും പുരുഷന്മാരുടെ വലത് കൈയാണ് നോക്കുന്നത്. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് ഇടത് നാഡി, അതായത് ചന്ദ്രനാഡി പ്രബലമായിട്ടുള്ളവരാണ്, വൈകാരികത കൂടുതലുള്ളവരാണ്. എല്ലാവരുമല്ല, അതിന് ഭേദവുമുണ്ട്. കാരണം പുരുഷത്വം കൂടിയ സ്ത്രീകളും സ്ത്രീത്വം കൂടിയ പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ടല്ല, അതായത് ബ്രെയിനിന്റെ വലതുവശമാണ് സ്ത്രീകളിൽ എപ്പോഴും ആക്റ്റീവായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും സ്ട്രോങ്. ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അവർക്ക് ആ പവർ പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്. എനിക്കൊരു സംശയമുണ്ട്, ഉണ്ടല്ലോ, വൈകല്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഭിന്നലിംഗമുള്ള ആൾക്കാരുണ്ടാകും. അവരുടെ രണ്ട് കൈ നോക്കാം. നമ്മൾ ഒരു കൈ മാത്രം നോക്കാന്നുള്ളതല്ല. ഇപ്പൊ ഇവിടെ ഈ കേട്ടതൊക്കെ ഇതിൽ ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവർ തമ്മിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓരോരുത്തരെ എടുത്ത് ചോദിച്ചാൽ, കിളി ജോത്സ്യം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതിലൂടെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞു അത് തെറ്റത്. ഓരോരുത്തരും തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുമെങ്കിലും ഒരു വാസ്തവം നിൽക്കുന്നത്, ഇതെല്ലാം മനുഷ്യ മനസ്സിൽ ഇവർക്കൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഈ കസ്റ്റമേഴ്സ് ഉള്ളതാണ് ഈ ബിസിനസ്സൊക്കെ നിൽക്കാൻ കാരണം. അതിനും കാരണമുണ്ട്. മനുഷ്യ പരിണാമത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം രൂപപ്പെട്ടു വന്ന വഴിയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അനുകൂല സാഹചര്യം ഉണ്ട് എന്നാണ് സയൻറ്റിഫിക്കൽ തിയറി. ഓൾപ്പത്ത് പറയുന്നുണ്ട് കാസ് ആൻഡ് എഫക്റ്റ്. നമ്മൾ ടൂൾസ് ആദ്യം ഉണ്ടാക്കി. ഒരു ടൂൾസ് ഉണ്ടാക്കുമ്പം അതെന്തിനെന്ന് നമുക്ക് അറിയില്ല. ഒരു കാസ് ആൻഡ് എഫക്റ്റ് വന്നു. ആ കാസ് ആൻഡ് എഫക്റ്റ് വെച്ച് നമ്മൾ എല്ലാ കാര്യത്തിലും കാസ് ആൻഡ് എഫക്റ്റ് ആരോപിച്ചു. ഹാഡ് എന്ന് പറയും, ഹൈപ്പർ ആക്റ്റീവ് ഡിറ്റക്റ്റീവ് ഡിവൈസ്. ഇത് മനുഷ്യനുണ്ട്. എല്ലാത്തിനും പിന്നിൽ കാരണം കണ്ടെത്തുക. ഇങ്ങനെ കണ്ടെത്തി പോകുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പറയാവുന്ന ഏത് ഉപാധിയാണ് ആയാലും വിശ്വസിക്കാനുള്ള ഒരു ത്വര മനുഷ്യ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വിശ്വസിക്കുന്നവർക്ക് ശരിയാണ്. ഇപ്പം ഒരു ജോത്സ്യൻ പ്രവചിക്കുന്നു, കൈരളി തിയേറ്ററിൻ്റെ മുകളിൽ ജനുവരി 23 5:15 മഴ പെയ്യുമെന്ന് ഒരു ജോത്സ്യനും പ്രവചിക്കാൻ സാധ്യമേ അല്ല. പൊളിയും. വളരെ ഗംഭീരമായിട്ടുള്ള സയൻസ് എന്ന് പറയുന്ന മീറ്റീരിയോളജിസ്റ്റ് വിചാരിച്ചാൽ ഇത് പ്രവചിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒരു പോയിന്റ് ഇതിനകത്തുള്ളത്, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒറ്റ കൺഫ്യൂഷൻ, മെറ്റീരിയോളജിസ്റ്റിന്റെ കാര്യവും ജ്യോതിഷന്റെ പ്രവചനം തമ്മിലുള്ള ഒരു കമ്പാരിസൺ വന്നു. മെറ്റീരിയോളജി എന്ന് പറഞ്ഞൊരു സയന്റിഫിക് ഡിസിപ്ലിൻ നിലയ്ക്ക് നമുക്ക് സയൻസിൽ എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസും ഇൻറ്റേനിയസ് അല്ലെങ്കിൽ എക്സ്റ്റേനിയസ് വേരിയബിൾസ് എന്ന് കുറേ വേരിയബിൾസ് ഉണ്ട്. എക്സ്റ്റേനിയസ് വേരിയബിൾസ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് എല്ലാ സയൻസും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ആ വേരിയബിൾസിനെ എപ്പോഴും ഒരു കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ പറയാൻ പറ്റൂ. അതാണ് സയൻസ്. എക്സാക്ട്ലി. അതേ തിയറി ജ്യോതിഷത്തിലും സയൻസിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് സയൻസിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ പറയുന്നത് ഇതല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ്, control and prediction. ഈ prediction and control are fruits of science and the very essence of science is understanding. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സയൻസിന്റെ പ്രാമുഖ്യം. അസംഷൻ അല്ല, ധാരണകളല്ല. ഈ പറയപ്പെടുന്ന സ്യൂഡോ സയൻസ് ഒക്കെ ധാരണകളെ ആസ്പദമാക്കി പോകുന്നു. പ്രിസംഷൻസ് ആണ്. സയൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ വ്യത്യാസം ഉൾക്കൊള്ളാനുള്ള ഒരു ദൈക്ഷണികമായ ഉൾക്കാഴ്ച ദയവായുള്ള എല്ലാവർക്കും ഉണ്ടാവണം. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ജ്യോതിഷി എന്ന നിലയിൽ എങ്ങനെയാണ് അമ്മ വിലയിരുത്തുന്നത്? ഞാൻ വിലയിരുത്തുന്നത് എന്താന്ന് പറഞ്ഞാൽ, പ്രപഞ്ച ശക്തികൾക്ക് മനുഷ്യനിലുള്ള ഇൻഫ്ലുവൻസ് അതിപുരാതന കാലം മുതലേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് വലിയ ശാസ്ത്രമൊന്നും PhD ഒന്നും എടുക്കണ്ട. കാരണം ഒരു മെൻ്റൽ പേഴ്സൺ അയാൾക്ക് വാവെടുക്കുമ്പോഴത്തേക്ക് മെൻ്റൽ തകരാറ് കൂടും. മൃഗങ്ങൾ മേറ്റിംഗ് ടെൻഡൻസി കാണിക്കും, ഇണയെ തേടും. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? ഏതോ സംതിങ് ഇൻഫ്ലുവൻസ്.
ആ സംതിങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചന്ദ്രനെ ബേസ് ചെയ്തുള്ള വേലിയേറ്റം, വേലിയിറക്കം, ഇങ്ങനെയുള്ള ആ ഒരു ഹൈ ടൈഡും നോ ടൈഡും വരുന്നില്ല. ആ ഇത് വരുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ മനുഷ്യ മനസ്സിനും ഉണ്ടാകണമെങ്കിൽ ഡോക്ടറിന് പേഷ്യൻസ് ഞാൻ പറയാം. ഉണ്ടാകാറുണ്ട്. എനിക്ക് 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് 15 വർഷം ഊളംപാറയിലായിരുന്നു. 2 30 വർഷമായി ഈ മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ക്വാളിഫിക്കേഷൻസ് ഇപ്പം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ട് 30 വർഷമായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഈ ലൂണാർ അല്ലെങ്കിൽ ലൂണസി എന്നൊരു വാക്ക് പണ്ടുണ്ടായിരുന്നു, മാനസിക രോഗം. പക്ഷേ കാലക്രമത്തിൽ അത് തെളിഞ്ഞു ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ആ വാക്കേ കളഞ്ഞു. ലാൽസലാം എന്നാണ് പേര്. ഞാൻ അങ്ങോട്ടും അഭിവാദ്യം ചെയ്യുന്നു. ലാൽസലാം. ശാസ്ത്രം ഇത്രയും പുരോഗമിക്കുന്നതിന് മുൻപുള്ള പ്രാകൃത കാലത്തുണ്ടായ ഒരു തട്ടിപ്പ് ആണ് ഈ ജ്യോത്സ്യം. അതായത് ഭൂകേന്ദ്ര സിദ്ധാന്തം അതിൽ വിശ്വസിച്ചിരുന്ന കാലത്ത് മനുഷ്യൻ സഞ്ചരിക്കുന്ന സൂര്യൻ, പരന്ന ഭൂമി, അതുപോലെ തന്നെ ചന്ദ്രനെ ഗ്രഹമായിട്ട് കാണുന്നു, സങ്കല്പ ഗ്രഹങ്ങളെ രാഹു, കേതു, ഇങ്ങനെ വളരെ പ്രാകൃതമായ കാലത്തുണ്ടായ വെറും സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു തട്ടിപ്പ് ശാഖയാണ് ജ്യോത്സ്യം. ഇപ്പോൾ മുജ്ജന്മ പാപം കൊണ്ടാണ് ഇന്ന് മനുഷ്യന് ഈ ദുരിതങ്ങൾ ഉണ്ടാകുന്നതാണെന്നും അതിന് പരിഹാരം ജ്യോത്സ്യമാണെന്നുള്ള പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് മുജ്ജന്മം ഇതിൻ്റെ ആദ്യ മനുഷ്യൻ്റെ ഇതിലേക്ക് എത്തണമെങ്കിൽ ഇതിന് കാരണക്കാരനായ ആരാണ്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇവർക്ക് ആദ്യത്തെ മനുഷ്യൻ്റെ പിന്നിലുള്ള സൃഷ്ടാവ് തന്നെയാണ് കുറ്റക്കാരനെന്ന് പറയേണ്ടതായിട്ട് വരും. പിന്നെ ഒരു കുട്ടി ജനിക്കുന്ന സമയം, കുട്ടി ജനിക്കുന്ന സമയം ഈ ജ്യോത്സ്യന്മാർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ? കുട്ടി പ്രസവിച്ച് പുറത്ത് വരുന്ന ആ ഉടൽ പുറത്ത് വരുന്ന സമയമാണോ? അതിന് എത്രയോ നാൾ മുൻപാണ് കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്ന സമയം ഗർഭത്തിൽ ഉത്ഭവിച്ച സമയമാണ്. ഈ സമയം എങ്ങനെ ഇവർക്ക് ജ്യോതിഷികൾ 3 മാർഗത്തെ ആശ്രയിക്കാറുണ്ട്. ആധാന ലഗ്നം എന്ന് പറഞ്ഞിട്ട് ഈ ഗർഭാധാനം നടത്തിയ സമയം, അതിപ്പോൾ എങ്ങനെയാ അത് കണക്കാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് നമ്മൾ ആരോഗ്യ വകുപ്പ് പറയുന്നത് പോലെ കുട്ടികൾ എതിർച്ചയാ ഉണ്ടാവേണ്ട ഒന്നല്ല, അത് പ്ലാൻഡ് ആയിരിക്കണം. നല്ല സമൂഹം ഉണ്ടാവണമെങ്കിൽ ശുഭമുഹൂർത്തത്തിൽ നടത്തണം. അപ്പൊ വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ആധാനത്തിന് മുഹൂർത്തം കണ്ടിട്ടേ വിവാഹം ചെയ്യാവൂ. 4ാമത്തെ ദിവസം നിഷേകം എന്ന മുഹൂർത്തം ഉണ്ടെങ്കിൽ വിവാഹം കൊടുക്കും. അങ്ങനെയാണ് ഒരു മുഹൂർത്തം നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്നു. നമ്മുടെ ബോഡിയുടെ പല കാര്യങ്ങൾ ഇതനുസരിച്ചിരിക്കും ഒരു അണ്ഡം സ്പേമുമായിട്ട് ഫ്യൂസ് ആവാനായിട്ട്. അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഓവറിയിലോട്ട് വരുന്ന ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂസ് ആവില്ല. കല്യാണം കഴിച്ച് 6 മാസത്തിന് എത്രയോ സമയം ഈ ആധാന ലഗ്നം വട്ടവർ ഉണ്ടായിട്ടും കുട്ടികളില്ലാത്ത എത്ര പേരുണ്ട്? അപ്പൊ അവർക്കൊക്കെ സാധിക്കുന്നുണ്ടോ? ഇത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ പറയുന്നത്. ഇനി ഒന്നുകൂടെ പറയാം. ഞാൻ ബാക്കിയും കൂടെ പറയട്ടെ. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ കണക്ക് കൂട്ടുന്നത് ഈ ജനനസമയത്തിന്, കൃത്യമായ ജനനസമയത്തിന്, ഞാൻ കൃത്യമായ ജനനസമയമുള്ള 2 പേരുടെ കാര്യം പറഞ്ഞുതരാം. ലിയ ആൻഡ് ലാദൻ 2003 ഇറാനിലെ 2 ഇരട്ടകളാണ്, കൺജോയിന്റ് ഇരട്ടകളാണ്. വളരെ തുല്യ ഇതുള്ള 2 ഇരട്ടകൾ. അവർ മരിച്ചുപോയി. ഇവർ 2 പേരെയും പുറത്തെടുത്ത സിസേറിയൻ വഴിയായിരുന്നു. അതായത് അവർ ജനിച്ച സമയം സെയിം. അതായത് അവരുടെ മരണവും അവരുടെ ജീവിതത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന രീതിയിലാണെങ്കിൽ സെയിം ആയിരിക്കണം. ജൂൺ 3 2 മണിക്ക്, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ലാദൻ ആദ്യം മരിക്കുകയും ലിയ 2:30 മരിക്കുകയും ലിയ 4 മണിക്ക് മരിക്കുകയും ചെയ്യുന്നു. എങ്ങനെ? സിസേറിയൻ എന്ന് പറഞ്ഞാൽ നോർമൽ പ്രസവമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോർമൽ പ്രസവത്തിൽ 5 to 3 മണിക്കൂർ വരെ വരും. അപ്പൊ അവർക്ക് ജാതകം ഇല്ലേ? ഉണ്ടല്ലോ. സിസേറിയൻ ജാതകമില്ല. നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ജാതകമുള്ളൂ. അപ്പൊ അവര് ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ജനിച്ചോ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നാണ്. ഇപ്പൊ പിന്നെ ധനലക്ഷ്മി അമ്മ പറയുന്നു, നടക്കുന്നതിന്റെ
അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു cesarean നടക്കാതെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ വിമർശന ബുദ്ധിയോട് സംസാരിക്കുന്നതാണ്. യമളങ്ങൾ ഇരട്ടകൾ ഉണ്ടാവാനുള്ള യോഗം, അതും നാളവേഷ്ടിതമായ യോഗം, ഇങ്ങനെ ജ്യോതിഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ട്. അതിനനുസരിച്ച് വേണം അതിന്റെ ഫലപ്രവചനം. ജനനം കൊണ്ട് മാത്രം ഭാവിയെ നിശ്ചയിക്കുന്നതല്ല ജ്യോതിഷം. എനിക്ക് അതിന് ഉത്തരവുണ്ട്. തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായ ഒരു ക്രെഡൻസ് ഹോസ്പിറ്റല്, അവിടെ പിന്നെ ഗൈനക്കോളജിന്റെ വളരെ ഇതായിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് പ്രസവം നടക്കുന്ന ഒട്ടുമിക്ക കേസുകളും IVF നടക്കുന്ന ഒട്ടുമിക്ക കേസുകളിലും ഉണ്ടാവുന്നത് ഇരട്ടകളാണ്. അപ്പോൾ IVF ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പ്രത്യേക യോഗം. ഇനിയിപ്പോ ഞാൻ നേരത്തെ ഇപ്പൊ ഇതിലോട്ട് വരാം. നേരത്തെ സാർ പറഞ്ഞത് സിസേറിയൻ ചെയ്യുന്ന ആൾക്കാർക്ക് ജാതകം ഇല്ല. എന്ത് പറഞ്ഞാലും യു ആർ നള്ളിഫൈയിങ് ഇറ്റ്, റൈറ്റ്? പിന്നെ നമ്മൾ പറയുന്നത് യഥാർത്ഥമായിട്ട് 5 മിനിറ്റ് ടു 3 മണിക്കൂർ വരെ അടുത്ത കുട്ടി ഉണ്ടാകാനുള്ള സമയമുണ്ട്. ആയിക്കോട്ടെ. സിസേറിയൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു കുട്ടി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 30 സെക്കൻഡ് അടുത്ത കുട്ടി എടുത്തു കൊടുക്കും. ഇപ്പം പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സയാമീസ് ഇരട്ടകൾ എന്ന് പറയുമ്പോ അവര് ഇത്ര സെക്കൻഡ് വ്യത്യാസത്തിലല്ല ജനിക്കുന്നത്. യാതൊരു ബന്ധമില്ല ഡോക്ടർ, അവർക്കൊക്കെ അവർക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? പറയാൻ സാധ്യമല്ല. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് ജനന സമയത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഭാവി ഇങ്ങനെയാവുമെന്ന് തീരുമാനിക്കുന്നതല്ല. ജ്യോതിഷം തന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമാർജിതം പൂർവഭവേ സദാതി യത്തസ്യ പക്തിം സമഭിവ്യനക്തി. ഞാൻ മലയാളം പറയും. അതാണ് ഇവിടുത്തെ കുഴപ്പം. സംസ്കൃതം നമ്മുടെ നാട്ടിൽ വേണ്ടത്ര പഠിച്ചില്ല. സംസ്കൃതം പഠിച്ചിട്ട് ഈ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് സംസ്കൃതം അറിയിക്കാം. സർ, സുന്ദർ സർ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ സംസാരിച്ച വിഷയങ്ങളെല്ലാം നമുക്ക് ഇവരുടെ ഉള്ളിൽ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. താങ്കളെ സംബന്ധിച്ച് നാഡി ജ്യോതിഷം എന്ന് പറയുന്നതും ഏടെടുക്കുന്നത് രണ്ടും അല്ലേ? ഇത് രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടാണ്. നാഡി ജ്യോതിഷം എന്ന് എല്ലാവരും ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ കയ്യിലെ നാഡി പിടിച്ച് പറയുന്ന ഫലം പറയുന്ന കാര്യം എന്നാണ്. അതല്ല. ഓരോരുത്തരുടേതായ വിരലടയാളം. ആണുങ്ങളുടെ വലത് തമ്പ് ഇംപ്രഷൻ, പെണ്ണുങ്ങളുടെ ഇടത് കൈയുടെ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് അതിനെ ബന്ധപ്പെട്ടതായ ഓല കെട്ട് തപ്പിയെടുത്ത് ഓലക്കെട്ടിലെ കുറേ ഓലകളുണ്ട്. അതിற்கு അവർക്കുള്ളതായ ഓല കണ്ടുപിടിച്ച് ഫലം എഴുതി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരാളുടെ ഓല കണ്ടുപിടിക്കാൻ ഏകദേശം എത്ര ഓലക്കെട്ട് എടുക്കേണ്ടി വരും? ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ചിലർക്ക് ഒരേ കെട്ടിലെ കിട്ടാം, 4 കെട്ടുകൾ വായിച്ചിട്ട് കിട്ടാതെ പോകുന്നവരും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ ഒരു ദിവസം വരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് 8 ഓഫീസുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഈ ഓല ഗ്രന്ഥമുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും വരുന്നുണ്ട്. വിദേശത്തുള്ളവർ വന്നിട്ടുണ്ട്. ഇനി ജനിക്കാൻ പോകുന്നവർക്കുണ്ട്? അതില്ല. ജനിക്കാൻ പോകുന്നവർക്കില്ല. ഇല്ല. അപ്പൊ പിന്നെ ഇനി ആ നാടി ശരിയല്ല എന്ന് പറഞ്ഞാൽ അല്ല നാടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നാടി മീൻസ് സമയം നടന്നത്. സമയം നാടി എന്നുള്ളത് ഒരു രാശി എന്ന് പറഞ്ഞത് യഥാർത്ഥമായിട്ട് 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ഉണ്ട്. ഡിവൈഡ് ബൈ 300, 24 സെക്കൻഡ് ജനിക്കുന്ന ഒരാൾക്ക് ഈ സാധനം വരുന്നുള്ളൂ. ഇത് ജോലി പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. ഓലയിലുള്ള കാര്യങ്ങൾ ഓല എന്തോ ആയിക്കട്ടെ. ഓല എന്ന് പറഞ്ഞത് നമ്മുടെ പഴയ കാലത്ത് ഋഷിശുമരം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമല്ലേ? പഴയ കാലത്ത് ഋഷിശുമരം ഏതൊക്കെ നാടിയുണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഭൃഗനാടിയുണ്ട് ഇല്ലേ, വസിഷ്ഠ നാടിയുണ്ട്, ശിവനാടിയുണ്ട് ഇല്ലേ? എത്ര നാടികളുണ്ട്? 18 സിദ്ധന്മാർ ഉണ്ടല്ലോ, സപ്ത ഋഷികളും. അതെ, നിങ്ങൾ വായിക്കുന്നു പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അവിടെ കുഴപ്പം. ഞാൻ എടുത്തിട്ടുണ്ട്. കറക്റ്റായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഇത് രണ്ടും കറക്റ്റായി എനിക്കത് കേട്ടിടത്തോളം എനിക്ക് തോന്നിയത് ആദ്യത്തെ അക്ഷരം കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് കെ എന്ന് പറയും. പിന്നെ 5ാമത്തെ അക്ഷരം എൻ ആണോ എന്നിങ്ങനെ ചോദിച്ചാണ് ഇത് എടുത്തത്. ഫൈനലി ഇത് എടുത്തു വന്നപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ജന്മത്തില് ആന്ധ്രാപ്രദേശില് ഒരു ജമീന്ദാരായിരുന്നു. അന്നും ഞാൻ അധികാരത്തിൽ തന്നെയായിരുന്നു. മറ്റുള്ളവരെ റൂൾ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എന്റെ മക്കള് പറയും എല്ലാ ജന്മത്തിലും ഇങ്ങനെ മറ്റുള്ളവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ ജന്മത്തിൽ എല്ലാവരും രാജാവരായിരുന്നില്ല. എല്ലാവരും ഉന്നത കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളവരല്ല.
താഴ്ന്ന കുലത്തിൽ ജനിച്ചിട്ടവരുണ്ട്. അപ്പം യഥാർത്ഥമായിട്ട് ഭാഗ്യലക്ഷ്മി ഇപ്പോഴത്തെ കാര്യം പറയണ്ടേ? എനിക്കിപ്പോ ജന്മത്തിൽ കാര്യമില്ല. ഞാൻ ഈ ജന്മത്തിൽ എന്തായിരിക്കും, ഈ ജന്മത്തിൽ എന്റെ അച്ഛനെ എന്റെ അമ്മയെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. എന്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് കിട്ടാൻ തന്നെ ഏകദേശം ഒരു 15-20 എടുക്കേണ്ടി വന്നു. ആയിക്കോട്ടെ. ഇപ്പോ സാറിന്റെ നിലപാട് വ്യക്തമാക്കി. മുരളീധരൻ തെയ്യം ആണല്ലേ, കണ്ണൂര് അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ? ഈ പിന്നെ തെയ്യത്തെ സംബന്ധിച്ച് ഈ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യും അല്ലേ, ഫലം പറയുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലവരുടെ ഫലമല്ല, ചിലവരുടെ ഒരു അതെ ആശ്വാസമാണോ അത് കൊടുക്കുന്നത്? നടക്കും നടക്കില്ല അല്ലേ? വരാൻ പോകുന്ന ഭവിഷ്യത്തൊക്കെ പറയോ? അത് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് ആ സമയത്ത് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ഇത് കല എന്ന് പറഞ്ഞാൽ ഈ തെയ്യം കല എന്ന് പറഞ്ഞാൽ സാധാരണ കലയല്ല, അനുഷ്ഠാന കല എന്ന് പറയാം. വ്രതാനുഷ്ഠാനം അത് വെച്ചാൽ ഇതെല്ലാം കൂടി ചേരുമ്പോ അതാ ഇതുപോലെ ഈ കളിയായി മാറുന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇല്ല അത് ആ സമയത്ത് നമ്മൾ പറയുന്നത് മുൻകൂട്ടി നമ്മൾ ഇത് ചെയ്യുന്നതുമല്ല. ആ സമയത്ത് ചെയ്ത് എല്ലാം കൂട്ടായ്മയായിട്ട് അങ്ങനെയാണ്. എനിക്കൊരു ചെറിയ സംശയം. പണ്ട് വെളിച്ചപ്പാടും ഇതുപോലെ തന്നെ ആ തുള്ളുന്ന സമയത്ത് അല്ലെ, കുറഞ്ഞു തുള്ളുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ചിലവരുടെ മുഖത്ത് നോക്കി പറയും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് കുട്ടികൾ ഭയപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിലോ വെളിച്ചപ്പാടിന്റെ അടുത്ത് പോയി ഭസ്മം ഇടുന്നൊരു പ്രവണതയും നമ്മുടെ ഇടയിൽ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. നമ്മളങ്ങോട്ട് കണ്ണൂർ ജില്ല ആ തരത്തിലില്ല, അത് ഇങ്ങോട്ടാണ് അല്ലേ. ഇത് മലബാറിൽ, വടക്കേ മലബാർ, കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയാണ് തെയ്യത്തിന്റെ പ്രധാനപ്പെട്ട തെയ്യം സാധാരണ കലയായിട്ട്. ഇപ്പം ഇത് ഡോക്ടർ, ഇത് ശരിക്കും മാനസിക, നേരത്തെ പറഞ്ഞ മാതിരി വാവെടുക്കുമ്പോ ഒരുപാട് പ്രശ്നം വരുന്നു പറഞ്ഞ മാതിരി തന്നെയാണ്. വാവെടുക്കുമ്പോൾ പറഞ്ഞതൊക്കെ ഉണ്ടാവുള്ളൂ പ്രശ്നം. ഞാൻ പറഞ്ഞ അതല്ല. തെയ്യത്തിന്റെ കാര്യത്തിൽ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ട്രാൻസ് കണ്ടീഷനിലേക്ക് എത്താറുണ്ട്. ഇപ്പൊ ഈ തുള്ളല് സത്യം പറഞ്ഞാൽ നമ്മുടെ പൊസഷൻ എന്ന് പറയുന്നില്ലേ, പ്രേതബാധ എന്ന് പറയുന്നില്ലേ, അപ്പോൾ അത് ഒരു ബോധ മനസ്സിൽ നിന്ന് മാറി മറ്റൊരു ട്രാൻസ് കണ്ടീഷനിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം ദൈവം കയറിയെന്നോ പ്രേതം കയറിയെന്നോ അല്ല, മനസ്സിൻ്റെ മറ്റൊരു അവസ്ഥയിലേക്ക് ഇത് മാറും. മണിച്ചിത്രത്താഴ് എക്സാക്ട്ലി ആ ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ മണിച്ചിത്രത്താഴ് എന്നല്ല പറഞ്ഞത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, അല്ലാതെ മുരളി മണിച്ചിത്രത്താഴ് എന്നല്ല. ഒരു ട്രാൻസിലേക്ക് പോകുന്നു. ഇപ്പം പലതരം ഇപ്പം വെളിച്ചപ്പാടുകൾ ഇപ്പോൾ നിർമ്മാല്യം സിനിമയിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാൻസ് പൊസിഷനിൽ ഇവിടെ തന്നെ നല്ലവണ്ണം കൊട്ടടിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ശൂലം കുത്തല്. അപ്പോൾ ഇതൊക്കെ തന്നെ ട്രാൻസ് കണ്ടീഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കുറച്ചൊന്ന് അടയുന്നു, ഗേറ്റ് അടയുന്നു, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പതുക്കെ ഒന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന വിളിച്ചു പറയുന്നു. ഈ വിളിച്ചു പറയുന്നതൊക്കെ സത്യമാണെന്നുള്ളതല്ല, ബട്ട് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു, കേൾക്കുന്ന വ്യക്തിക്കും അതിൽ വിശ്വസിക്കുന്നുണ്ട്, വിശ്വാസമാണോ എല്ലാം എന്നുള്ളത് കൊണ്ട് അത് ബാധിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഏറ്റുമാനൂർ ശിവകുമാർ സാർ, കേട്ട് കേൾവി മാത്രം ഉള്ളൂ എനിക്ക്, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 150-ലധികം പുസ്തകം എഴുതിയ ഒരു വ്യക്തിയാണ്. പക്ഷെ അതിൽ സാറ് തന്നെ പറഞ്ഞു 40-45ഓളം മാന്ത്രിക നോവലുകളായിരുന്നു അല്ലേ? ഈ മാന്ത്രിക നോവലുകൾ എഴുതാൻ കൂടുതലും യക്ഷിയും ഒക്കെയായി ബന്ധപ്പെട്ട കഥകളാണ്. അങ്ങനെ യാഥാർത്ഥ്യം പോലെ എഴുതണമെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ മാത്രമല്ല, വിശ്വസിച്ചുകൊണ്ടാണോ എഴുതുന്നത് അതോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണോ? എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അത്തരം വിഷയമുള്ള ഒരു വ്യത്യസ്ത വിഷയം. അതുപോലെ ഞാൻ എഴുതുന്നതിന് മുമ്പ് ഈ മാന്ത്രിക രീതിയിൽ മലയാളത്തിൽ 1-2 പുസ്തകം ഉണ്ടായിരുന്നുള്ളൂ, വായിച്ചുള്ളൂ. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. അതേപോലെ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ അത് വമ്പിച്ച വിജയമായി. ഒരുപാട് എഴുതിയ പ്രതാപണ്ണ എഴുതേണ്ടി വന്നു. വായിച്ചവരാരും മോശം അഭിപ്രായം, ഒരുപാട് വായനക്കാരെ കിട്ടി. ആ പുസ്തകം കിട്ടുകയും ചെയ്തു. പിന്നെയും എഴുതേണ്ടി വന്നു. ഞാനല്ലെങ്കിൽ 1 എഴുതി അല്ലെങ്കിൽ 2 എഴുതി നിർത്താൻ ഉദ്ദേശിച്ച് തുടങ്ങിയത്. എൻ്റെ വിഷയം അതായിരുന്നില്ല. നോവലും ബാലസാഹിത്യമൊക്കെ ആയിരുന്നു. ഇത് കണ്ടാലേ എഴുതുകൊണ്ടെന്ന് പറഞ്ഞാൽ നോവൽ ഒരു മനുഷ്യൻ നോവൽ ഈ ലോകത്തിൽ എഴുതുമല്ലോ, അത് ജീവിതത്തിലായി പോകില്ലേ. അറിവ് മാത്രം എഴുതുന്ന ഇത് ഭാവനയും അനുഭവവും മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞു കേട്ടതും വായനയും ഇത് പലതും കൂടെ മിക്സ് ചെയ്തും പിന്നെ ഒരുപാട് ഇങ്ങനെ ഈ വിഷയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഇതിനുവേണ്ടി ഒരു അന്വേഷണം ഉണ്ടായി. ഞാൻ ഏറ്റവുമാണ് അവിടെ ഇല്ലങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്, എൻ്റെ പഴയ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഒരുപാട് അതിലും ഈ നമ്മുടെ ഇവിടെ സൂര്യകാഴി അതുപോലെയുള്ള മഴയൊക്കെ ഉണ്ടല്ലോ, താളി പോലെകളും ഇതിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ മാന്ത്രികത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും പറയുന്നത് യജുർവേദത്തിലും സാമവേദത്തിലും അഥർവേദത്തിലും ഒക്കെ ഉണ്ട്. അവിടെ മുതലേ ഉണ്ട്, നമ്മുടെ പുരാണം മുതലേ ഉണ്ട്. ഈ മാന്ത്രികം എന്ന് പറഞ്ഞ ഒരു വിഷയം മനുഷ്യനുണ്ടാകുന്ന കാലം മുതലുള്ളതായി
മന്ത്രവാദവും മറ്റും. അതങ്ങനെ ഈ വിശ്വാസമുള്ളവരൊക്കെ അങ്ങനെ അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഈ താല്പര്യമുള്ള വിഷയം അധികം പേര് അറിയത്തില്ല ഞാൻ ഇത് അത്രയും വിജയിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. അത് വെച്ച് കാണുന്നത് മാത്രമേ മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ ഞാൻ എൻ്റെ മുത്തച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. മുത്തച്ഛനും ഉണ്ടാവുമായിരിക്കുമല്ലോ, അത് ഞാൻ കണ്ടിട്ടില്ല. അതില്ലെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? പറഞ്ഞു കേട്ടറിവ്. അതെ, പറഞ്ഞു കേട്ടറിവ്. അതും വിശ്വസിച്ചേ പറ്റും. അപ്പോൾ അല്ലാതെ ഞാൻ എഴുതുന്ന മുഴുവൻ സത്യമാണെന്ന് മുമ്പ് പാടുന്ന മുഴുവൻ സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഇവിടെ തട്ടിപ്പുണ്ട്. ബാബു സാർ, പല ആളുകൾ പറഞ്ഞതിനോടും വിയോജിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ജ്യോതിഷം എന്താണ്? യഥാർത്ഥ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചു, യഥാർത്ഥ മെൻ്റൽ പ്രശ്നം ഉണ്ട്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റൽ പ്രശ്നം വരാറില്ല. ഒരു പട്ടി വട്ടുപിടിച്ച് നടക്കാറുണ്ടോ? ഉണ്ടോ? ഇതൊന്നും അങ്ങനെ സംഭവിക്കാനില്ല. ഈ ജീവജാലം എന്ന് പറയുന്ന മനുഷ്യൻ ജീവജാലമാണല്ലോ. പട്ടിക്ക് വട്ടി പിടിച്ചതാണ് ഈ പേപ്പട്ടി എന്ന് പറഞ്ഞാൽ അത് വേറെ പേപ്പട്ടി എന്ന് പറയുന്നത് വേറെ സാധനം വന്നതാ. നിങ്ങൾ പറഞ്ഞെല്ലാം വ്യത്യസ്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായിട്ട് അങ്ങനെയാണെങ്കിൽ രോഗം പിടിക്കുന്ന രോഗമല്ല. ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ ബാബു സാറിന്റെ അടുത്ത് ഒരു വ്യക്തിയെയും കൊണ്ടുവരുന്ന ആൾ മാനസിക വിഭ്രാന്തി കാണിക്കുന്നു, ജാതകവശാൽ ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ താങ്കൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമോ? ജാതകവശാൽ യഥാർത്ഥമായിട്ട് നമുക്ക് ശരിയാണെന്നുള്ളത് ഗ്രഹനില പ്രകാരം അറിയാൻ പറ്റും. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിന് നേരത്തെ ഒരു കുട്ടിക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റില്ല. ജാതകവശാൽ അറിയാൻ പറ്റില്ല. പറ്റത്തില്ല. ആർക്ക് പറയാൻ പറ്റും? ഒരു 16 മരണം, ജനനം, രോഗം എല്ലാം പറയാൻ സാധിക്കും. അതെ, ജ്യോതിഷത്തിന് പറ്റും. ഒരു സൈക്കോളജിസ്റ്റിന് അത് പറ്റിയല്ല. ഒരു ബോട്ടപകടത്തിൽ 30 പേരോ 40 പേരോ മരിക്കുകയാണ്. എല്ലാവരുടെയും ജാതകം ഒന്നാണോ? അല്ല, അങ്ങനെ തന്നെ ആൾക്കാരെ അതിനകത്ത് വന്ന് കൂടും. ആയുസില്ലാത്തവരെ അതിനകത്ത് വന്ന് കൂടും. ഒരാളെ കൊണ്ട് മറ്റുള്ളവരൊക്കെ ബാധിക്കപ്പെടുന്നില്ല. ഒരാളോട് ബന്ധമില്ല. അല്ല, ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ബോട്ട് അപകടം ആവട്ടെ, സുനാമി ആവട്ടെ, ഇത്തരത്തിൽ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ ആയുസില്ലാത്ത ഒരാളെ അതിന്റെ അകത്ത് വന്നു കൂടും. അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവരെല്ലാവരും ആയുസില്ലാത്തവരാണ്. അങ്ങനെ തന്നെ പറഞ്ഞ അല്ലെ പിന്നെ എല്ലാവരും മരിക്കില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ഈ സയൻസിന്റെ പേര് പറഞ്ഞ് ഒരുപാട് അബ്സോർഡിറ്റി നോൺസെൻസ് പറയുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യപ്പെടണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി, സൈക്കോളജിസ്റ്റിന് ഒരാളിന് മാനസിക പ്രശ്നം ഉണ്ടാകാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. അത് ഇദ്ദേഹത്തിന് വലിയ വിവരമില്ലായ്മയാണ് അത് സംസാരിക്കും. ഒരു വ്യക്തിക്ക് മാനസിക പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് സയന്റിഫിക്കായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പല സെലക്ഷൻ, ഫോർ എക്സാമ്പിൾ നാഷണൽ ഡിഫൻസ് ബോർഡ്, അവിടെ തന്നെ സെലക്ട് ചെയ്തതിന് മുൻപായിട്ട് ഒരുപാട് ടെസ്റ്റ് കൊടുക്കാറുണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റ്. ആ ടെസ്റ്റ് കൊടുത്ത ശേഷമാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഫ്യൂച്ചറിൽ ഇവൻ്റെ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ ബേസ് ചെയ്താണ് ഈ സെലക്ഷൻ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാന്ന് ഏതൊരു വിവരമില്ലാതെ തന്നെ അതൊരു ശാസ്ത്രീയമായ സത്യസന്ധമായ ഫാക്റ്റായിട്ട് പറയുന്നത് വളരെ മോശമാണ്. ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നവരാണ്, അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഞാൻ ഒരു ജനറ്റിക് ഫാക്ടറെ പറ്റി പറഞ്ഞു. ആത്മഹത്യ ടെൻഡൻസി ഉള്ള ഒരു ഫാമിലിയിൽ തീർച്ചയായിട്ടും ഒരാൾ ആത്മഹത്യ ചെയ്യും. അത് ഡോക്ടർക്ക് അറിയാം. ആത്മഹത്യ പ്രവണത ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല. അതല്ല ഞാൻ പറയുന്നത്. ശരിക്കും ജനറ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം. വേലുത്തമ്പിളവ മണ്ണട്ടി ക്ഷേത്രത്തിൽ വെച്ച് സ്വന്തമായി നെഞ്ചിൽ കരാട കുത്തിയിറക്കി ആത്മഹത്യയാണ് ചെയ്തത്. അങ്ങയുടെ ഫാമിലി ആരെങ്കിലും ചെയ്ത് കാണും. ഞാൻ ചോട്ടെ, അയാള് പിന്നെ മാനസിക രോഗിയായിരുന്നു. അതൊരിക്കൽ മാനസിക രോഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. ആത്മഹത്യ ടെൻഡൻസി പറഞ്ഞ മാനസിക രോഗമല്ല. പിന്നെ എന്താണ് ആത്മഹത്യ ടെൻഡൻസി എന്ന് പറഞ്ഞത് ജനറ്റിക് ഫാക്ടർ അല്ല. ഞാനത് പറയുന്നത് വേലുത്തമ്പി ചെലവാടെ അച്ഛനും അമ്മയോ ഏതെങ്കിലും ഫാമിലി സാധനം കടന്നു വന്നിരിക്കും. ഇത് 25 കൊല്ലമായിട്ട് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ എക്സ്പീരിയൻസ് എന്ന് മാത്രം പറയുന്നതാണ്. ഒരു സ്റ്റാറ്റിക്കൽ ഡേറ്റ മാത്രമേ പറയുന്നുള്ളൂ. ഈ കാണാൻ വരുന്ന എല്ലാ ആളുകളുടെയും ജാതകത്തിനകത്ത് ഓരോ 2-3-4 പോയിന്റുകളേ ഉള്ളൂ. അല്ലാത്തൊരാരും ഞങ്ങളെ കാണാൻ വരുന്നില്ല. അതിൽ ഒന്ന്, ജനിച്ച സമയത്ത് ചന്ദ്രൻ 6-ലോ 8-ലോ 12-ലോ നിൽക്കുന്നവർ മാനസികമായിട്ട് അവർ ഒരു കാര്യത്തിലും തൃപ്തരല്ല. നോർമലാണോ? നോർമൽ തന്നെ വരുന്നത്. തിരിച്ചു പറയും, ഇപ്പൊ പറയരുത്. 2 ഇവർ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ 12 ചന്ദ്രൻ നിൽക്കുന്നതിന് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അവനവന്റെ അച്ഛനെയോ അമ്മയോ ആർക്കും യാതൊരു വിശ്വാസമില്ല. ആരെയും വിശ്വസിക്കില്ല. ആയിരക്കണക്കിന് പേരുടെ പ്രവചനം നടത്തിയ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ജ്യോത്സ്യൻ ഇദ്ദേഹത്തിന്റെ മകൾ ഒരു ചെറുപ്പക്കാരനോടൊപ്പം നാട് വിട്ടു. അദ്ദേഹം ഇത് മുൻകൂട്ടി അറിഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല, ഇത് നേരെ മറ്റൊരു ജ്യോത്സ്യന്റെ അടുത്ത് അല്ല പോയത്, അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോയത്. അതേപോലെ ലാത്തൂർ ഭൂചലനം, സുനാമി,
ബദരീനാഥ്, ഇതേപോലെ എന്തെല്ലാം സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു. എന്തുകൊണ്ട് ജ്യോത്സ്യന്മാർക്ക് ഇത് കണ്ടുപിടിച്ചൂടാ, പ്രവചിച്ചൂടാ? ഒരു മിനിറ്റ് ശരി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അദ്ദേഹത്തിന് അറിയത്തില്ലെന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? ജ്യോതിഷം ഒരു ശാസ്ത്രമാണോ വിശ്വാസമാണോ എന്ന ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണാം.